സോ ഗീസ് ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് വേമും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. എന്തായാലും ഗീസ് വേം മോൺസ്റ്ററിൻ്റെ കോഡും എങ്ങനെ എടുക്കുന്നതിനൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് 6 വീലറും കാര്യങ്ങളൊക്കെ ആഡ് ആകാനായിട്ട് പോകുന്നുണ്ട്. ഇതെന്നാണ് ആഡ് ആകുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നതായിരിക്കും. പിന്നെ ഈ വേറൊരു ഐറ്റം കൂടെ വരാനായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ പ്ലഗിങ് ആപ്പ് വഴിയാണ് വരുന്നത്. അതെന്തുവാണെന്ന് ഞാൻ എൻഡ് ആകുമ്പോഴത്തേക്കും പറഞ്ഞുതരാം. മാക്സിമം നിങ്ങൾ എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ബൈക്കും ആടാനായിട്ട് പോകുന്നുണ്ട്. ഈ കിടിലം പോലത്തെ അപ്ഡേറ്റ് ആണ് നമ്മുടെ ഗെയിമിലേക്ക് ആടാകാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ആയിട്ട് കുറേയധികം വേമിനെ എടുത്ത് വെച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വേം മോൺസ്റ്ററിന് ഞാൻ ഇഷ്ടം പോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ നിങ്ങൾക്ക് എടുക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാം ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്തായാലും ഗീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗീസ്. എന്നിട്ട് നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ആ വാട്സപ്പ് ചാനലിൽ ജോയിൻ ആകുക. അവിടെയാണ് ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗീസ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ക്രോമിലേക്ക് പോകും. ഇപ്പോൾ പോകാത്ത കൂട്ടുകാരാണ് ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ക്രോമിൽ കൊണ്ടുപോയി സെർച്ച് ബോർഡിൻ്റെ അവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് വരും. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഗീസ് അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മാത്രം ഞാൻ ഈ അടുത്ത സ്റ്റെപ്പ് പറയുന്നതിലേക്ക് നമുക്ക് RGS മെനുവിൽ ലോഡാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ലോഡാക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ വേമിനെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇഷ്ടംപോലെ വേമിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേം മോൺസ്റ്ററിനും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെ എടുത്ത് വെക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനാണെങ്കിൽ രണ്ടാമത്തെ പാർട്ടാണ് ഈ കട്ട് ചെയ്താണ് വീഡിയോ വെക്കുന്നത്. അതാണ് കുറച്ച് ഇത് വന്നത്. നിങ്ങൾക്ക് ആ സൈഡിലായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തൊക്കെ കാണാനായിട്ട് പറ്റും. കുറേ കൂട്ടുകാർ ചോദിച്ചായിരുന്നു റെക്കോർഡ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്ന്. ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണും. അപ്പോൾ ഇവിടെ ആയിട്ട് ഞാനാണെങ്കിൽ നേരെ നമ്മുടെ അത് നിങ്ങൾ അവിടെ നിന്ന് ലോഡ് ചെയ്യണം. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ലോഡ് ചെയ്യണം. ലോഡ് ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് ഉണ്ട്. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. ലോഡ് എന്ന ഓപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങളുടെ ഏതൊരു ബ്രൗസറിലാണോ നമ്മുടെ ആ ലിങ്ക് ഉള്ളത്, വേമിൻ്റെ ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അവിടെ ആയിട്ട് വേമിൻ്റെ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കാണ് ഇവിടെ വേമ് വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുറച്ചധികം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ബാക്ക് പോയിട്ട് ഒന്ന് തിരിച്ച് കയറുമ്പോഴത്തേക്കും ലോഡിൻ്റെ താഴെയായിട്ട് വേമ് വന്ന് കിടക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ലോഡ് ചെയ്യേണ്ട എന്തോ ആവശ്യമില്ല ഗീസ്. എന്തായാലും നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗീസ് ഇത് ലോഡ് ചെയ്യേണ്ട ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് നിങ്ങൾ ഒന്നെങ്കിൽ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ക്രോമിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫയൽ ലോഡ് ചെയ്യാനായിട്ട് വരും, ഡൗൺലോഡ് ചെയ്യാനായിട്ട് വരും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഏത് ബ്രൗസറിലാണോ ഫയൽ കിടക്കുന്നത് അവിടുന്ന് അത് സെലക്ട് ചെയ്താൽ മാത്രമേ ലോഡിൻ്റെ അവിടെ പോയിട്ട് ലോഡ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബ്രൗസറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. എന്നിട്ട് അവിടുന്ന് അത് സെലക്ട് ചെയ്യുക. ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഗെയിമിലേക്ക് വേഗം ആടാകുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് കാര്യം കത്തിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് വേണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷന് സെറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള നെക്സ്റ്റ് അപ്ഡേറ്റിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ കിട്ടത്തുള്ളൂ. എന്തായാലും എൻ്റെ എല്ലാ കൂട്ടുകാരും അത് ചെയ്ത് വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വേമിൻ്റെ പല്ലൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ വേമിനെ എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് അടിപൊളിയായിട്ടുള്ള കുറേ ഇത് അപ്ഡേറ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഞാനൊരു സർപ്രൈസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. എന്തായാലും അത് ലാസ്റ്റ് ആകുമ്പോഴേ നമ്മൾ പറയത്തുള്ളൂ. എന്തായാലും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു 6 വീലർ കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ 6 വീലർ. അതിൻ്റെ ആ ഒരു പിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ സ്ക്രീനിൽ വെക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു വണ്ടിയാണ്. ഈ ഒരു വണ്ടി നമ്മുടെ ഗെയിമിലേക്ക് ആഡാകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് കഴിഞ്ഞത്. പക്ഷേ എപ്പോൾ ആഡാകുമെന്ന് ഇതുവരെ ലീക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ ഡെവലപ്പർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ വന്നേക്കാം. ഹോളിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഐറ്റം ചിലപ്പോൾ ഈ ഒരു ഐറ്റമിൽ ഈ ഒരു അപ്ഡേറ്റിൽ ആഡാകാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. പിന്നെ ഈ പ്ലഗിങ് ആപ്പ് വഴി ഒരു ഐറ്റം വരാനായിട്ട് പോകുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ആകുമ്പോഴത്തേക്കും പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകും. മാക്സിമം സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക ഗൈസ്. എന്നിട്ട് എൻഡിലാകുമ്പോൾ ഞാനൊരു ഇമോജി കമൻറ്റ് ചെയ്തേക്കാം. ആ ഒരു ഇമോജി എത്ര പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. എന്തായാലും ഗൈസ് എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാരണം ആ ഒരു ഇമോജിയിൽ നമ്മളാണ് എത്ര പേര് എൻ്റെ ഒരു കണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കുറേ കൂട്ടുകാരൊന്നും കാണത്തില്ലെന്ന് എനിക്കറിയാം. പകുതി പറയുമ്പോൾ തന്നെ അവർ ആ വേമിനെ എടുക്കാനായിട്ട് ഓടും. അതാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ടൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ഗെയിമിലേക്ക് ഇനി വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ അപ്ഡേറ്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും എല്ലാ കൂട്ടുകാരും ചെയ്ത് വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
പിന്നെ ഈ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ മസ്റ്റായിട്ടും ജോയിൻ ആയിരിക്കുക. എന്തെങ്കിലും ലിങ്ക് വരുവാണെങ്കിൽ ഞാൻ വാട്സപ്പ് ചാനലായിരിക്കും ഫസ്റ്റ് ഇടുന്നത്. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ആയിരിക്കാം. അപ്പോൾ ഈ ഇഷ്ടംപോലെ ഐറ്റംസ് ആണ് നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പോൾ വരുന്നത്. വേം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ അവിടെ വേമിനെ ലോഡ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് ഒന്നുകൂടെ നമ്മുടെ ഗെയിമിലേക്ക് കയറുമ്പോൾ വേം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ അനേബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ വേംസ് ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. വേം മോൺസ്റ്ററാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറേ നാളായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് മോൺസ്റ്റേഴ്സിനെ ഒന്നും ആഡാക്കാതിരുന്നാണ്, ഇപ്പോൾ ആഡാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കുറേ അധികം ഐറ്റംസ് വരുന്നതായിരിക്കും. കാരണം വെക്കേഷനൊക്കെ അല്ലെങ്കിൽ ഈ വരാനായിട്ട് പോകുന്നത്. അത് കാരണമാണെന്ന് തോന്നുന്നു നമ്മുടെ ഡെവലപ്പർ ഇങ്ങനെ കുറേ ഐറ്റംസ് കൊണ്ടുവരുന്നത്. ഇനിയും അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നതെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മസ്റ്റായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇഷ്ടംപോലെ വേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും. പലതും പല വഴിക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു കാർ ആഡാകുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഇത് ഹൈഡാക്കി വെച്ചിരിക്കുമായിരുന്നു, പക്ഷേ നമുക്ക് ലീക്കായിട്ട് കിട്ടിയപ്പം എനിക്ക് നമ്മുടെ കൂട്ടുകാരനെ അറിയിക്കണമെന്ന് തോന്നി. അത് കാരണമാണ് ഞാൻ അറിയിച്ചത്. നമ്മുടെ ഗെയിമിലേക്ക് അങ്ങനെ ഒരു കാർ വരാനായിട്ട് പോകുന്നുണ്ട്. ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിൽ വരാനായിട്ട് പോകുന്നത്. കുറേ നാളായിട്ട് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ എല്ലാവർക്കും പറയുന്ന ഒരു കാര്യമാണ് മൾട്ടിപ്പിൾ പ്ലെയർ മോഡ് ആഡാക്കുമെന്ന്. പക്ഷേ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഇന്നലത്തെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് അത് അറിയാമായിരിക്കും. അതിനെക്കുറിച്ചുള്ള വൻ ചർച്ചകളാണ് നടക്കുന്നത്. നമ്മുടെ ആ ഒരു യൂട്യൂബേഴ്സിൻ്റെ ഒഫീഷ്യൽ ഒരു ഗ്രൂപ്പുണ്ട്. അതിൻ്റെ അകത്ത് വരുന്ന മെസ്സേജൊക്കെ കാണണം. എല്ലാവരും മൾട്ടിപ്പിൾ പ്ലെയർ മോഡ് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ ഡെവലപ്പറിന് കയ്യിലധികം അത്രയും ഫണ്ടില്ലാത്ത കാരണമാണ്. കാരണം മൾട്ടിപ്പിൾ പ്ലെയർ മോഡ് ആഡാക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിം ഓൺലൈനിലേക്ക് ആക്കേണ്ട അവസ്ഥ വരും. അതാണ് പോസ്റ്റ്. അവിടെയാണ് കുഴപ്പം. നമ്മുടെ മൾട്ടിപ്പിൾ പ്ലെയർ മോഡ് ആഡാക്കാനായിട്ട് ഭയങ്കര പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അത് കാരണം അതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് മാത്രമേ നമ്മുടെ ഗെയിമിലേക്ക് മൾട്ടിപ്പിൾ പ്ലെയർ മോഡ് ആഡാക്കത്തുള്ളൂ. എന്തായാലും ആ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ വേമിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ വാട്സപ്പ് ചാനലിലാണ് കൊടുത്തിരിക്കുന്നത്. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ആയിരിക്കാം. അതിൻ്റെ അകത്തായിരിക്കും നമ്മൾ വരുന്ന ലിങ്ക് ഫുൾ ഇടുന്നത്. എന്തായാലും നിങ്ങളെല്ലാ കൂട്ടുകാരും അവിടെ ജോയിൻ ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ ഐ ഡിയും വേണമെങ്കിൽ ഞാൻ വാട്സപ്പ് ചാനലിൽ കൊടുത്തേക്കാം. ഇൻസ്റ്റയെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവിടെ വെച്ച് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ കുറേ അധികം ന്യൂ ആയിട്ടുള്ള അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിലേക്ക് ആഡാകുന്നുണ്ട്. പിന്നെ എൻ്റെ ആകുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാമെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും ഞാൻ കുറച്ചുകൂടെ പോട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് നമ്മുടെ ഗെയിമിലേക്ക് ആഡാകാനായിട്ട് പോകുന്നതെന്ന്. പിന്നെ ഒരു പോലീസ് ബൈക്ക് വരുന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ ലീക്കൊക്കെ കേൾക്കുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഒരു നിങ്ങൾ തംബ്നെയിൽ വെച്ചപ്പോഴും കണ്ടു കാണും. നമ്മുടെ പോലീസ് ബൈക്ക് നമ്മുടെ ഗെയിമിലേക്ക് ആഡാകാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. ഈ ചാൻസ് മാത്രമാണ് ഒരു 70-80% ചാൻസ് ഉണ്ട്. കാരണം പോലീസ് ബൈക്കിൻ്റെ കാര്യം നമ്മുടെ ഡെവലപ്പർ പണ്ടോട്ടേ നമ്മുടെ പറയുന്നതാണ്. പക്ഷേ ഇതുവരെ നമ്മുടെ ഗെയിമിലേക്ക് പോലീസ് ബൈക്ക് ആഡാക്കിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പോലീസ് ബൈക്ക് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബൈക്കാണ്. കൊണ്ടുവരുവാണെങ്കിലും വരാനായിട്ട് പോകുന്നത്. നമുക്ക് പിക്ക് ലീക്കായിട്ട് കിട്ടിയത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിൻ്റെ അകത്ത് അടിപൊളിയായിട്ടുള്ളൊരു ബൈക്ക് തന്നെയാണ് നമ്മുടെ പോലീസ് ബൈക്കിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, നൈസായിട്ടുള്ളൊരു വണ്ടിയാണ്. ഇനി കുറേയധികം വെഹിക്കിൾസ് നമ്മുടെ ഗെയിമിലേക്ക് ആഡാകുന്നുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മെയിനായിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ടോം ആൻഡ് ജെറി ചിലപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് ആഡാകാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ടെന്ന്. കാരണം ടോം ആൻഡ് ജെറി ഇപ്പോഴാണെങ്കിലും എല്ലാ കൂട്ടുകാരും ആഗ്രഹിക്കുന്ന ഒരു കാർട്ടൂണാണ്. പക്ഷേ ഇപ്പോൾ ആ കാർട്ടൂണിൻ്റെ എപ്പിസോഡൊക്കെ കഴിഞ്ഞു. ഇപ്പോഴാണെങ്കിൽ ആ കാർട്ടൂൺ ഇല്ല. പക്ഷേ പണ്ടത്തെ എപ്പിസോഡൊക്കെ ഇപ്പോൾ കിടപ്പുണ്ട്. ആ ടോം ആൻഡ് ജെറി നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അനിമി ആയിട്ടുള്ളൊരു കൊളാബ് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ഗെയിമിൽ. എന്തായാലും ഇതൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ഗെയിം വേറെ ലെവലിലേക്ക് പോകും. ഇപ്പോൾ തന്നെ ഇഷ്ടംപോലെ കൂട്ടുകാരാണ് ഈ ഒരു ഗെയിം കളിക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നതും. എന്തായാലും എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള അപ്ഡേറ്റ് ഈ ഒരു പേജിൽ പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മൾ ഡെയിലി വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കും. മിക്കപ്പോഴും ചിലപ്പോൾ ഒരു 2 ദിവസം കൂടുമ്പോഴായിരിക്കും ഇടുന്നത്. ചിലപ്പോൾ ഡെയിലി വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു എൻ്റെ ആകുമ്പോഴത്തേക്ക് ഒരു ഗുഡ് ന്യൂസ് പറയാമെന്ന്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഗെയിമിലേക്ക് ഒരു കിടിലം പോലെ ഒരു ഐറ്റം ആടാനായിട്ട് പോകുന്നുണ്ട്. താറാവിൻ്റെ തന്നെ ഒരു ഇതാണ് താറാവിൻ്റെ ഒരു ഐറ്റമാണ്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ പിക്കൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് നമ്മുടെ പ്ലഗിങ് ആപ്പ് വഴിയാണ് വരാനായിട്ട് പോകുന്നത്. പ്ലഗിങ് ആപ്പിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ട് അതിൻ്റെ അകത്തായിരിക്കും ആ ഒരു ഐറ്റം ആടാനായിട്ട് പോകുന്നത്. നമ്മൾ പ്ലഗിങ് ആപ്പിൽ നിന്ന് എങ്ങനെയാണോ ലിങ്ക് കോപ്പി ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെയാണ് അതിൻ്റെ അകത്ത് ആടാനായിട്ട് പോകുന്നത്. പുതിയതായിട്ട് കളിക്കുന്ന കൂട്ടുകാർക്ക് പ്ലഗിങ് ആപ്പ് എന്തുവാണെന്നൊന്നും അറിയത്തില്ലായിരിക്കും. എന്നാലും പ്ലഗിങ് ആപ്പ് എന്തുവാന്നൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെയാണോ ഒരു ലിങ്ക് എടുത്തിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വേറൊരു ഐറ്റംസ് ഒക്കെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതിൻ്റെ അകത്താണ് പീക്കോക്കൊക്കെ ഉണ്ട്. പീക്കോക്ക്
വേവൊക്കെ പണ്ട് നമ്മുടെ ഗെയിമിലേക്ക് വന്നതാണ്. പണ്ടോട്ട് കളിക്കുന്നവർക്ക് അറിയാമായിരിക്കും. എന്തായാലും ഗൈസ് അതൊക്കെ എങ്ങനെ എടുക്കുന്നത് ഞാൻ നാളത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.